ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അർണസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സ്വീറ്റ് ആയിട്ടാണ്, സ്വീറ്റ് ബോളി. അപ്പോൾ ചിലവരുടെ കർണാടകത്തിലധികം ഒബ്ബട്ട് എന്നാണ് പറയാം. അപ്പോൾ ഇവിടെ ബോംബെയിലൊക്കെ ബോളി എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അപ്പോൾ ഞാനിവിടെ ഒബ്ബട്ട് എന്നാണ് പറയുന്നത് നിങ്ങൾക്ക്, കാരണം കുറേ പേർക്ക് അറിയാമായിരിക്കും. അപ്പോൾ വളരെ ടേസ്റ്റിയും സ്വീറ്റും ആയിട്ടുള്ള ഒബ്ബട്ടാണ് ഞാനിവിടെ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ, അഥവാ ഇതുവരെ അർണൂസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യില്ല, ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യേക്കതേക്കണേ. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സ്വീറ്റ് ഒബ്ബട്ടിലേക്ക് പോവാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ 2 ഗ്ലാസിൻ്റെ കണക്കാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കുറച്ച് ഗോതമ്പ് ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഗോതമ്പ് ആഡ് ചെയ്യാം. അപ്പോൾ 1 ഗ്ലാസ് മൈദയും 1 ഗ്ലാസ് ഗോതമ്പ് എടുത്താൽ മതി. പക്ഷേ കുറച്ചുകൂടി ടേസ്റ്റ് എനിക്ക് മൈദയിലായി തോന്നുകയാണ് മൈദ ഫുള്ളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഉപയോഗിച്ച് കൊടുക്കുകയാണ്. 1/2 കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരണം ഉപ്പ് എല്ലായിടം കിട്ടാൻ വേണ്ടി രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ ഗീ ഉപയോഗിക്കുന്നത്, നെയ്യ് 1 സ്പൂൺ നെയ്യാണ് ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നെയ്യിൻ്റെ മണം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ 1 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചാൽ മതി. നന്നായിട്ട് നമുക്കിന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് കുറച്ച് വെറും നോർമൽ വാട്ടറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് പൂരിയുടെ പാകത്തിന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതിലും കുറച്ചും കൂടി ലൂസായിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് കുഴച്ച ശേഷം ഇതിലേക്ക് കുറച്ച് നന്നായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊരു 10 മിനിറ്റെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കുറച്ച് ജാസ്തി കാരണം കുറച്ചിത് ഏകദേശം ഒരു വെള്ളം ഒഴിക്കുന്ന രീതിയിൽ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിക്കണം. ഒരു 4 സ്പൂണെങ്കിലും ഓയിൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 10-15 മിനിറ്റ് നമുക്കിത് മൂടി വെക്കാം. അപ്പോൾ ഞാനിവിടെ കടലപ്പരിപ്പ് ഉപയോഗിക്കുന്നുണ്ട്. കടലപ്പരിപ്പും കുറച്ച് തേങ്ങ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കടലപ്പരിപ്പ് ഞാനൊരു കുതിർത്ത് വെച്ചതാണ്, ഒരു 5 മണിക്കൂറാണ് കുതിർത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതിന് കുക്കറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 2-3 വിസിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. നമുക്ക് മധുരത്തിന് ആവശ്യത്തിന് ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 4-5 ശർക്കര ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരം എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിനകത്ത് ശർക്കര ഉപയോഗിക്കാവുന്നതാണ്. നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം, മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തണിയണം. തണിഞ്ഞിട്ട് വേണം നമ്മൾ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നേരത്തെ നമ്മൾ കുഴച്ച് വെച്ച മാവ് ഒന്നുകൂടി നന്നായിട്ടൊന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കാരണം ഈ ഓയിലൊക്കെ നന്നായിട്ടൊന്ന് എല്ലാവരുടെയും മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കണം ഒന്നുകൂടി. എന്നിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്കിത് മാറ്റി വെക്കണം. അപ്പോൾ ഓരോ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്കിതൊന്ന് ഉരുട്ടിയിട്ട് മാറ്റി വെക്കാം.
കടല നന്നായിട്ട് തണിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇവിടുന്ന് അത് ചിലവർ ഉപയോഗിക്കുന്ന കാണാൽ നേരിട്ട് തന്നെ ശർക്കര പാനിയിലേക്ക് കടലയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൽ കിടന്ന് വെന്ത ശേഷമാണ് അരച്ചെടുക്കുന്നത്. തേങ്ങ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞാനിത് നേരിട്ട് അരച്ച ശേഷമാണ് ശർക്കരയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് അരക്കുമ്പോൾ തന്നെ കുറച്ച് തേങ്ങ കൂടി ഇതിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്. കുറച്ച് ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ്. ഞാനിതിലേക്ക് ഒരു 4-4.5 സ്പൂൺ തേങ്ങ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്കിത് ആദ്യം അരച്ചെടുക്കാം. നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ എൻ്റെ കടല നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഒരു 4.5 സ്പൂൺ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. നല്ല പേസ്റ്റ് ഒന്നും അരക്കണ്ട, ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വലിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രമാണ് നമുക്ക് അരച്ചെടുക്കുന്നത്. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ അരച്ച തേങ്ങയും കടലപ്പരിപ്പും ഇട്ടിട്ട് ശർക്കര ഇതിലേക്ക് അരിപ്പയിലൂടെ അരിച്ച് ഒഴിക്കുകയാണ്. കാരണം ഇതിൽ എന്തെങ്കിലും വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നാൽ അതൊന്നൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ്, കല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് അരിപ്പയിലോട്ട് അരിച്ചെടുക്കുന്നത്. നമുക്ക് കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കാരണം നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ഇതിനകത്തേക്ക് മധുരം ഒത്തിരി ചേഞ്ച് വരുത്താവുന്നതാണ്. അപ്പോൾ ഇതിൽ കുറച്ച് മധുരം കൂടുതൽ നിൽക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതലുണ്ടാകുക. അപ്പോൾ നമുക്കിത് കുറച്ച് ശർക്കര ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് കുറച്ചുകൂടി ശർക്കര ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ട് കുറുക്കി എടുക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ നന്നായിട്ട് നമുക്കിത് കുറുക്കി എടുത്തിട്ട് റെഡിയാക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്, ഗീ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഈ ശർക്കരയൊക്കെ ഇതിലേക്ക് പിടിച്ചിട്ട് വറ്റിയെടുക്കുന്ന രീതിയിൽ ഇതിൽ നിന്ന് നമുക്ക് ഈ പാനിൽ നിന്ന് ഏകദേശം ഇതൊക്കെ ഇളകി വരുന്ന ടൈപ്പിൽ വേണം നമുക്കിത് നന്നായിട്ട് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, പെട്ടെന്ന് അടി പിടിക്കും. നമ്മൾ നന്നായിട്ട് കുറുക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കടലമാവ് ഇതൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ പോയി നല്ല രീതിയിൽ. ഇനി ഇത് തണിയാൻ വേണ്ടി നമുക്കൊരു പാനിലേക്ക് മാറ്റി വെക്കാം. നന്നായിട്ട് തണിച്ചിട്ട് വേണം നമുക്കിത് ഓരോ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നന്നായിട്ട് തണിഞ്ഞിട്ടുണ്ട്. കയ്യിൽ കുറച്ച് നമുക്ക് ഓയിലാക്കിയിട്ട് കുറച്ചായിട്ട് ഇതിൽ നിന്ന് ഉരുട്ടിയെടുക്കാം. ചെറിയ ഉരുളകളായിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കണം.
അപ്പോൾ ഞാൻ ചെറിയ ചെറിയ ഉരുളകളായിട്ടിട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട്. നമുക്കിത് പരത്താൻ ആവശ്യത്തിന് ഒരു വാഴയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ ഉരുട്ടി വെച്ച മാവും കുറച്ച് വാഴയിലയിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. കാരണം ഇത് പറ്റിപ്പിടിക്കാത്ത രീതിയിൽ വേണം നമ്മളിത് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതിന് കുറച്ച് മൈദ കൊണ്ട് ഉരുട്ടി വെച്ച മാവ് ഇതിലേക്ക് തടവിട്ട് ഒന്ന് പരത്തിയെടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ നടുവിലായിട്ട് നമ്മൾ ഈ കടല മാവൊക്കെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഇതും കൂടി ഇതിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ട് പരത്തി വെക്കുകയാണ്. ഇതേപോലെയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നന്നായിട്ട് കയ്യിൽ ഓയിൽ ഇടയ്ക്കിടയ്ക്ക് തടവിട്ട് നന്നായിട്ട് ഇത് നമുക്ക് പരത്തിയെടുക്കണം. അപ്പോൾ എത്രത്തോളം നെയ്സാക്കാൻ പറ്റും അത്രത്തോളം നമ്മൾ നെയ്സാക്കി എടുക്കണം. അപ്പോൾ കയ്യിൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് ഒരു ദോശ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടാവട്ടെ എന്ന് കരുതിയിട്ട്. അപ്പോൾ നമ്മൾ അന്നേരം ചുട്ടെടുക്കേണ്ടതാണിത്. അപ്പോൾ ഇതാണ് ഇത്രയും അധികം ഒട്ടും കട്ടി പാടില്ല. അപ്പോൾ അത്രയും നെയ്സിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ദോശ ഫ്രൈ ചെയ്താൽ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ തിന്നവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വെന്ത ശേഷം നന്നായിട്ട് പൊന്തി വരും. അപ്പോൾ നമുക്ക് മുറിച്ച് കഴിഞ്ഞാൽ തന്നെ ഇതിനുള്ളിൽ നമ്മൾ നേരത്തെ ഫില്ല് ചെയ്ത് വെച്ചാൽ ഇത് മധുരത്തിൻ്റെ, അതായത് കടലമാവിൻ്റെ ഒക്കെ ഇത് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് 2 ഭാഗം തിരിച്ചിട്ട് കൊടുത്തിട്ട് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് അങ്ങനെ തന്നെ പരത്തിയെടുക്കാം. അപ്പോൾ ആദ്യം ഒരു മൈദമാവിൻ്റെ ഒരു മാവ് ഇതെടുത്തിട്ട് അത് പരത്തി അതിൻ്റെ ഉള്ളിലായിട്ട് ഈ കടലമാവിനെ മധുരമുള്ള ഇതെടുത്തിട്ട് നമുക്ക് നന്നായിട്ട് കവർ ചെയ്തിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കയ്യിലൊക്കെ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഇതും രണ്ടാമത്തെ ഒബട്ടുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്കൊന്ന് നന്നായിട്ടൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഏകദേശം വെന്ത് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇതൊന്ന് പൊന്തി വരും. നമ്മുടെ പൂരിയൊക്കെ പൊന്തുന്നാൽ തന്നെ ഇത് നന്നായിട്ട് പൊന്തി വരുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഓയിൽ ഇതിൻ്റെ മുകളിലായി കൊടുക്കാം. ഞാൻ ആക്കുന്നില്ല, കാരണം ഓൾറെഡി ഇതിൽ നല്ല ഓയിലുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഓയിലോ വെളിച്ചെണ്ണ ഒന്നും ആക്കുന്നില്ല. ചിലവർ നന്നായിട്ട് ഇതിലേക്ക് കൂടുതൽ നെയ്യ് ഉപയോഗിക്കും. ഞാൻ അധികം നെയ്യ് ഉപയോഗിക്കുന്നില്ല, ഓയിലാണ് ഉപയോഗിക്കുന്നത്. കാരണം നെയ്യ് അധികമാണ് എനിക്കിഷ്ടമുള്ളതുകൊണ്ട് തന്നെ കുറച്ച് നെയ്യാണ് ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഒബട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.